Welcome to Arya's Copines. അപ്പോൾ ആര്യാസ് കോപ്പൈൻസിൽ ഇന്ന് ഒരു ഷോപ്പിംഗ് ഹാൾ വീഡിയോയാണ്. നമ്മുടെ ബിഗ് ബസാറിൽ ഒരു ബിഗ് ഡേ സെയിൽ നടന്നായിരുന്നല്ലോ. അപ്പോൾ ആ ദിവസങ്ങളിൽ ഞാൻ പോയി മേടിച്ച കുറച്ച് സാധനങ്ങളുടെ ഒരു ഷോപ്പിംഗ് ഹാളാണ്. ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ ഒരുപാട് എക്സ്പെക്റ്റേഷനൊന്നും വേണ്ട. കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. നിങ്ങൾ ആരെങ്കിലും ആര്യാസ് കോപ്പൈൻസ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം സൈഡിൽ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ കാണും. അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആര്യാസ് കോപ്പൈൻസിലിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഹാളിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഞാൻ മേടിച്ചത് നമ്മുടെ ഈ സാധനമാണ്. എല്ലാവർക്കും ഈ സാധനം അറിയാമല്ലോ, വേറൊന്നുമല്ല, ലൂഫ ആണ്. അപ്പം ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഉണ്ടായിരുന്നു. ഇത് റെഡ് കളർ ലൂഫ, റെഡ് ഓറഞ്ച്, ഒരു ഓറഞ്ച് ഷെയ്ഡിലെ റെഡ് കളർ ലൂഫയാണ്. ഇതിൻ്റെ ഒരു ബ്ലൂ കളറും കൂടിയിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 80 rupees ആണ്. ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ. ആക്ച്വലി ഇതിന് ഒരെണ്ണത്തിന് 50 rupees ഒക്കെയാണ് ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ ബ്ലൂ ഉണ്ടല്ലോ, ഞാൻ കുളിച്ച ശേഷം നന്നായിട്ട് ഇങ്ങനെ മുറുക്കി ഒന്ന് പിഴിഞ്ഞത് പൊട്ടിപ്പോയി. പക്ഷേ ഇത് നല്ലൊരു സാധനമാണ് കേട്ടോ. ഇതൊരു പ്ലാസ്റ്റിക് കൈൻഡ് ഓഫ് മെറ്റീരിയലാണ്. നിങ്ങളെല്ലാവരും ലൂഫ യൂസ് ചെയ്യുന്നവരായിരിക്കുമല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ലൂഫ മേടിക്കണം, നല്ലതാണ് കുളിക്കാനായിട്ട്. ഇത് നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സെൽസ് ഒക്കെ പോകാൻ, എക്സ്ഫോലിയേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഗതിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കുളിക്കാൻ നേരത്ത് ഈ ലൂഫ വെച്ചിട്ട് കുളിക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം. സെക്കൻഡ് ഐറ്റം എന്താണെന്ന് നോക്കാം. യെസ്, രണ്ടാമത്തെ ഐറ്റം നമ്മുടെ വീറ്റ് ഫുൾ ബോഡി വാക്സിൻ കിറ്റാണ്. ആക്ച്വലി ഞാനിത് യൂട്യൂബിൽ റിവ്യൂ കണ്ടിട്ട് മേടിച്ചതാണ്. പക്ഷേ റിവ്യൂവിൽ ആ ചേച്ചി എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കുറച്ച് വേദന ഉണ്ടാകുമെന്ന്. കുറച്ച് വേദന എന്നായതുകൊണ്ട് ഞാൻ ഇത് ചാടി കയറി ഈ സംഗതി അങ്ങ് മേടിച്ചു വാക്സ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഞാൻ കാലിലത്തേക്കാണ് മേടിച്ചത്, കാലിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അത്യാവശ്യം നല്ല വേദന ഉണ്ടായിരുന്നു. വേദന സഹിക്കാൻ പറ്റുന്നവർ മാത്രമേ ഈ സംഗതി മേടിക്കുക. ഭയങ്കരമായിട്ട് ഒട്ടും വേദന സഹിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ മേടിക്കരുത്. ഞാൻ ഒരു തവണ മാത്രമേ യൂസ് ചെയ്തുള്ളൂ. ഇനി യൂസ് ചെയ്യണോ വേണ്ടിയോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. കാരണം ഇതിനകത്ത് 20 സ്ട്രിപ്സ് ഉണ്ട്, 20 വാക്സിൻ സ്ട്രിപ്സ് ഉണ്ട്. ഒരെണ്ണം മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരെണ്ണമല്ല, രണ്ടെണ്ണം ഞാൻ യൂസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 199 rupees ആണ്. അത്യാവശ്യം നല്ലൊരു ഡീലാണ് കേട്ടോ. 199 rupeesന് 20 സ്ട്രിപ്സ് നമുക്ക് കിട്ടും. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേദന സഹിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മേടിച്ചോളൂ. അടുത്ത പ്രോഡക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. യെസ്, നമ്മുടെ ടിഷ്യൂ പേപ്പർ ഇല്ലേ, ടിഷ്യൂ പേപ്പറാണ് ഞാൻ മേടിച്ചത്. നെക്സ്റ്റ് ഇത് വന്നിട്ട് 60, ഇതും ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫർ ആയിരുന്നു കേട്ടോ. അവിടെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആയിരുന്നു. അതിനും കൂടിയിട്ട് 60 rupees ആണ്. അപ്പോൾ നമ്മൾ ചാലയ്ക്കകത്ത് അല്ലെങ്കിൽ ഈ സ്ട്രീറ്റ് മാർക്കറ്റ്സിലൊക്കെ പോകുമ്പം ഇതിനേക്കാൾ കുറച്ചുകൂടെ ചീപ്പായിട്ട് കിട്ടുമായിരിക്കും, എനിക്കറിയില്ല. എന്തായാലും ഇതൊന്ന് കിച്ചണിലേക്കും ഒന്ന് എൻ്റെ റൂമിൽ അത്യാവശ്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് മേടിച്ചത്. ഇത് ഒരെണ്ണത്തിനകത്ത് 100 ടിഷ്യൂ പേപ്പേഴ്സ് ആണുള്ളത്. യെസ്, 100 ടിഷ്യൂ പേപ്പേഴ്സ് ആണ് ഒരെണ്ണത്തിനകത്തുള്ളത്. അപ്പോൾ 200 ടിഷ്യൂ പേപ്പേഴ്സ് ഫോർ 60 rupees. കുഴപ്പമില്ലല്ലോ, നല്ല ഡീലല്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ തേർഡ് പ്രൊഡക്റ്റ്. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് തിങ്ക് സ്കിന്നിൻ്റെ ഒരു ബോഡി വാഷാണ്. ടോട്ടൽ മോയ്സ്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് 79 rupees ആണ് ഇതിൻ്റെ പ്രൈസ്. ഇത് നല്ലൊരു സാധനമാണ് കേട്ടോ. ഇത് 250 ml ഓഫ് പ്രൊഡക്റ്റ് ഉണ്ട്. 79 rupees ആണ്. ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണെന്ന് അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. പിന്നെ ആൽമണ്ടിൻ്റെ ആണ് കേട്ടോ. ഇതിൻ്റെ മണം വന്നിട്ട് നമ്മുടെ ഡവിൻ്റെ ഒക്കെ ഒരു മണം പോലെയാണ്. നല്ല സാധനമാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സംഗതി സജസ്റ്റ് ചെയ്യും. കാരണം അത്രയ്ക്ക് നല്ല ഒരു ബോഡി വാഷാണ്. നമ്മൾ ഈ ലൂഫയിൽ ഇതൊരു 1/2 സ്പൂൺ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ ബാത്തിന് ഇതിൻ്റെ ആവശ്യമേ വരുള്ളൂ. സോ അടുത്ത പ്രോഡക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. യെസ്, ഒരു കണ്ടീഷണറാണ് ഞാൻ മേടിച്ചത്. എൻ്റെ മുടി സ്മൂത്തനിങ് ചെയ്ത മുടിയാണ്. സോ ഞാൻ യൂസ് ചെയ്യേണ്ടത് ലോറിയൽ ഗോൾഡ് ആണ് ഞാൻ യൂസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 185 rupees ആണ്. ഇതിൽ എനിക്ക് 10% എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ വേറെ ഓഫേഴ്സ് ഒന്നും ഉണ്ടായിരുന്നു. നല്ല മണമാണ്, നല്ല കിട്ടിലൻ കണ്ടീഷണറാണ്. എസ്പെഷ്യലി നമ്മുടെ ഡ്രൈ ഹെയർ ഒക്കെ ആയിട്ടുള്ളവർക്കില്ല, എൻ്റെത് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണ്. അങ്ങനെയുള്ളവർക്കൊക്കെ അവർക്ക് വളരെ നല്ലൊരു കണ്ടീഷണറാണ്. 192.5 milliliter ആണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നല്ല കിട്ടിലൻ ഷാമ്പു ആണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ലോറിയൽ യൂസ്
യൂസ് ചെയ്തിട്ടില്ല, സ്മൂത്തൻ ചെയ്ത ഹെയർ ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഗോ ഫോർ ഇറ്റ്. സൂപ്പർ സാധനമാണ്. ഓക്കെ, ഇനി അടുത്ത സാധനം എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്ത എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ഈ കുട്ടി മഗ് അല്ലേ, വലിയ മഗ്. ഇത് 99 റുപ്പീസാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ലൊരു ഡീലാണ്. ഇത് കണ്ടോ, ഇത്രയും വലുതാണ് 99. ആക്ച്വലി ഇതിൻ്റെ പ്രൈസ് 200 സംതിങ് ആയിരുന്നു. അപ്പോൾ ഓഫർ ഉള്ളത് കൊണ്ട് 99 റുപ്പീസിന് തന്നതാണ്. ഇത് നല്ലൊരു കപ്പാണ്. ഇത് കിട്ടിയതിന് ശേഷം ഞാൻ പച്ചവെള്ളം വരെ ഇതിലാണ് കുടിക്കുന്നത്. അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. എസ്പെഷ്യലി ഈ കളേഴ്സ്, എനിക്ക് ഈ ഡാർക്ക് കളേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഡാർക്ക് റെഡ്, ഡാർക്ക് ബ്ലൂ, അതുപോലെ തന്നെ ഡാർക്ക് മഞ്ഞ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് യെസ്, നമ്മുടെ ലോറിയലിൻ്റെ ഷാംപൂ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലോറിയലിൻ്റെ ഗോൾഡ് ഷാംപൂ. ഇതും നല്ല മണമാണ്, നല്ല സൂപ്പർ മണമാണ്. ഇത് വന്നിട്ട് ഇതായിരുന്നു ഏറ്റവും ബെസ്റ്റ് ഡീൽ. ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് എന്ന് പറയുന്നത് 480 റുപ്പീസാണ്. പക്ഷേ ബിഗ് ഡേ സെയിലുള്ളതുകൊണ്ട് എനിക്കിത് കിട്ടിയത് 270 റുപ്പീസിനാണ്. അപ്പം ഇത് എല്ലാ ഹെയർ ടൈപ്സിനുള്ളവർക്കും ചേരുന്നതാണ്. സ്മൂത്തനിങ് ചെയ്തവർക്ക് മാത്രമല്ല. നേരത്തെ ഞാൻ പറഞ്ഞ ലോറിയലിൻ്റെ കണ്ടീഷണർ, ഇത് രണ്ടും സ്മൂത്തനിങ് ചെയ്തവർക്ക് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ കിട്ടിലൻ സാധനമാണ്. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ബിഗ് ഡേ സെയിൽ തീർന്ന് കാണണം, പക്ഷേ ഇനിയും വരുമല്ലോ സെയിൽസ്. അപ്പോൾ നിങ്ങളിത് പോയി മേടിക്കണം ഉറപ്പായിട്ടും. കിട്ടിലും ഷാമ്പൂ ആണ്. സോ അടുത്തത് ഒരു ക്ലോത്തിങ് ഐറ്റമാണ്, ഒരു ടോപ്പാണ്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മഞ്ഞ, റെഡ്, ഈ കളേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബ്ലൂ, ഡാർക്ക് കളേഴ്സ് എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ, ഡാർക്ക് കളേഴ്സിൻ്റെ ഫാൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ മേടിച്ചത് ഈ ടോപ്പ് കണ്ടോ, ചേരുന്നില്ലേ? ഒരു യെല്ലോ, ഒരു മസ്റ്റർഡ് യെല്ലോയും പിന്നെ നമ്മുടെ റെഡ് കളറും വെച്ചിട്ടുള്ള ഒരു ടോപ്പാണ്. ഇത്ര തന്നെയാണ് കേട്ടോ. ഇതിൽ വേറെ ഡിസൈൻസ് ഒന്നുമില്ല. താഴെയും ഇങ്ങനെയാണ്, വേറെ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു കാഷ്വൽ കുർത്തയാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഓൺലി 300 റുപ്പീസാണ്. 300 റുപ്പീസ്. ഇത് കോട്ടൺ ആണ് കേട്ടോ, നല്ല കോട്ടൺ. ഇത് കഴുകിയിട്ടൊന്നുമില്ല. ഇത് എനിക്ക് ഷേപ്പ് ചെയ്യാനുണ്ട്. ഇത് കറക്റ്റ് അല്ല, ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അതുകൊണ്ട് ഞാൻ ഇതൊരു പുറത്തൊന്നും ഇട്ടിട്ടില്ല. അപ്പം ഇതെന്തായിരുന്നല്ലോ ബെസ്റ്റ് ഡീലാണ്. അവിടെ ഒരുപാട് കളക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം അറിയാമല്ലോ ബിഗ് ഡേ സെയിലാണ്. ഒരുപാട് പേര് വന്ന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു ടോപ്പേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഞാനിത് ഒരെണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരേ ഒരു ഐറ്റം കൂടിയിട്ടേ ഉള്ളൂ. അതാണ് ഏറ്റവും ലാസ്റ്റത്തെ ഐറ്റം. ആൻഡ് അതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഐറ്റം. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ഐറ്റം. ഇതിനകത്ത് നമ്മുടെ മിക്കി മൗസ് ആൻഡ് ഫ്രണ്ട്സിൻ്റെ ഒരു ബാസ്ക്കറ്റാണ്, വേസ്റ്റ് ബാസ്ക്കറ്റാണ്. ഞാനിപ്പോൾ എൻ്റെ റൂമിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇതും 99 റുപ്പീസാണ്. 99 റുപ്പീസിന് നല്ല രസമുള്ളൊരു ബാസ്ക്കറ്റാണ്. ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ, പ്ലാസ്റ്റിക് കൈൻഡ് ഓഫ് ബാസ്ക്കറ്റാണ്. ആൻഡ് നിങ്ങളുടെ ബെഡ്റൂംസിലൊക്കെ വെക്കാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ ഈ ബ്ലൂ, ഇതിൻ്റെ പിങ്കും ഉണ്ടായിരുന്നു കേട്ടോ, പിങ്ക്. അതുപോലെ നമ്മുടെ ഈ മഗ്ഗിൻ്റെ തന്നെ വെറൈറ്റി കളേഴ്സും വെറൈറ്റി ഡിസൈൻസൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ കളേഴ്സ്, വേറെ ചോയ്സൊക്കെ ആണെങ്കിൽ അതെല്ലാം അവിടെ അവൈലബിൾ ആണ്. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഞാൻ ഷോപ്പ് ചെയ്ത ഐറ്റംസ്. അപ്പോൾ ജ്വല്ലറി ഒന്നും ഞാൻ മേടിച്ചില്ല, കാരണം എനിക്കത്ര ഇഷ്ടപ്പെട്ട ജ്വല്ലറി ഒന്നും ഞാൻ അവിടെ കണ്ടില്ല. സോ അത് മാത്രമല്ല, ഞാൻ ബിഗ് ബസാറിൽ നിന്ന് അങ്ങനെ ജ്വല്ലറീസ് ഒന്നും മേടിക്കാറില്ല. അവിടെ കളക്ഷൻ കൂടുതൽ ക്ലോത്തിങ്ങും അല്ലെങ്കിൽ ഇതുപോലത്തെ ആക്സസറീസ്, സ്റ്റേഷനറി, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൂടുതൽ കളക്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫാൻസി അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു 1, 2, 3 തവണ ഞാൻ മേടിച്ചിട്ടുള്ളൂ. അല്ലാതെ അധികം ഫാൻസി ഒന്നും ഞാൻ ബിഗ് ബസാറിൽ നിന്ന് മേടിച്ചിട്ടില്ല. ഇന്നത്തെ ഈ ഒരു ബിഗ് ബസാർ ഹോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. പിന്നെ ഇനി ഈ എന്തെങ്കിലും സാധനങ്ങളുടെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ.